വിലങ്ങാട് പുനരധിവാസം പൂർണ്ണമായും അവതാളത്തിലായതായി ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ. ദുരന്തത്തിൽപ്പെട്ടവരോട് തികഞ്ഞ അവഗണനയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചതെന്നും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ബി.ജെ.പി. പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. വിലങ്ങാട് പുനരധിവാസം പൂർണ്ണമായും അവതാളത്തിലായതായി ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ. ദുരന്തത്തിൽപ്പെട്ടവരോട് തികഞ്ഞ അവഗണനയാണ് സംസ്ഥാന സർക്കാർ കാണിച്ചതെന്നും പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച 1 കോടി രൂപ പോലും ഉപയോഗിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും വാഗ്ദാനങ്ങൾ ഇനിയും നടപ്പാക്കിയില്ലെങ്കിൽ ബി.ജെ.പി. പ്രക്ഷോഭത്തിനിറങ്ങുമെന്നും സുരേന്ദ്രൻ വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം വിലങ്ങാട്ടെ വീടുകളെ സംബന്ധിച്ച്, നഷ്ടമായ വീടുകളെ സംബന്ധിച്ച്, ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം കാര്യങ്ങൾ നീങ്ങിയെങ്കിലും പിന്നീട് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളും പക്ഷപാതപരമായ നടപടികളും കാരണം പ്രധാനപ്പെട്ട പല ആളുകളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചില ആളുകളെ തിരികെ കയറ്റുകയും ചെയ്തതിൻ്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം സംസ്ഥാനത്തെ 5 മന്ത്രിമാർ വിലങ്ങാട് സന്ദർശനം നടത്തി, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. വീടുകൾ ഒഴിഞ്ഞു പോകുന്നവർക്ക് 15 ലക്ഷം രൂപ ഉടനെ കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റ് പുനരധിവാസ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 9 മാസം കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയില്ല. സമ്പൂർണ്ണമായിട്ട് അവതാളത്തിലായിരിക്കും. വിലങ്ങാട് ദുരിതബാധിതരോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് സംസ്ഥാന ഗവൺമെൻറ് കാണിക്കുന്നത്. താൽക്കാലിക പുനരധിവാസ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ 1 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കാരണം ലാപ്സാവുകയും ചെയ്തു. ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. കൃത്യമായിട്ടുള്ള എസ്റ്റിമേഷൻ നടന്നിട്ടില്ല. എന്തെല്ലാം പുനരധിവാസ നടപടികളാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിനെ സംബന്ധിച്ച് എവിടെയും ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല. ഒഴിഞ്ഞു പോകുന്ന ആളുകളെ എവിടെ പുനരധിവസിപ്പിക്കും, അവർക്ക് എന്താണ് സൗകര്യങ്ങൾ, തകർന്ന വീടുകളെ സംബന്ധിച്ച് ഇപ്പോൾ കലക്ടർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇനി അവിടെ മേലിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഗവൺമെൻറ് ഇതെല്ലാം കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും പക്ഷെ അവസാന നിമിഷം വരെ അവ്യക്തതകൾ തുടരുകയുമാണ്. അതുകൊണ്ട് വിലങ്ങാട് പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം. വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നടപ്പാക്കണം. എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളോട് തുറന്ന് പറയാൻ തയ്യാറാവണം. 9 മാസം വിലങ്ങാട് പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ക്ഷമിച്ചു. ഇനി അതിന് അവർ തയ്യാറാവുകയില്ല. വിലങ്ങാട് പ്രശ്നത്തിൽ സത്വര നടപടികൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ ബി.ജെ.പി. നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടപടികൾ വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരോട്. തീർച്ചയായിട്ടും അവർ ആ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും മറ്റ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.